Hi all, welcome back to our YouTube channel. STO ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻസ് ആയിരുന്നു. ഇന്ന് മുതൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലാസ്സിലേക്ക് ഡയറക്റ്റായി കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ തവണ PSC എക്സാം നടത്തിയ സമയത്ത് PSC മുന്നോട്ട് വെച്ച സിലബസിനെ നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. കഴിഞ്ഞ സിലബസിൽ പാർട്ട് 1 വന്നിട്ടുള്ളത് അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ആ ഒരു പാർട്ടിൽ വന്നിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഫസ്റ്റ് അക്കൗണ്ടൻസിയിൽ വരുന്നത് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി ആണ്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ട് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ്. അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഡിപ്രീസിയേഷൻ, അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ് വരുന്നുണ്ട്. ജേർണൽ ആൻഡ് ജേർണൽ എൻട്രി, ലെഡ്ജർ ആൻഡ് ലെഡ്ജർ പോസ്റ്റിംഗ്, പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബുക്ക്, 3 കോളം ക്യാഷ് ബുക്കിന് വരെ, preparation of trial balance, rectification of errors, preparation of final account of sole trader. ഇത്രയാണ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ്. ബേസിക് കോൺസെപ്റ്റ്സ്, നാച്ചർ, പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008, പാർട്ട്ണർഷിപ്പ് ഡീഡ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം മീൻസ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ എല്ലാ സമയത്തുമുള്ള റീകോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്. ഇത്രയാണ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ വരുന്നത്. ദെൻ വരുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഈ 3 ടോപ്പിക്കാണ് മെയിനായിട്ടും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മീനിങ്, ഒബ്ജക്റ്റീവ്സ്, കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ്, എലമെന്റ്സ് ഓഫ് കോസ്റ്റ്, മെറ്റീരിയൽ, എലമെന്റ്സ് ആയിട്ടുള്ള മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്, കോസ്റ്റ് ഷീറ്റ് ആൻഡ് ഇറ്റ്സ് പ്രിപ്പറേഷൻ, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെന്റർ, കോസ്റ്റ് എസ്റ്റിമേറ്റ് ആൻഡ് അസർടൈൻമെന്റ്, കോസ്റ്റ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ്, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ, ഇൻസ്റ്റാളേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, ടെൻഡർ കോസ്റ്റിംഗ്. ഇത്രയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ മീനിങ്, ഡെഫിനിഷൻ, ഫങ്ഷൻസ്, സ്കോപ്പ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, യൂട്ടിലിറ്റി ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, ടൂൾസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. നെക്സ്റ്റ് വരുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നീഡ്, മീനിങ്, യൂസസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫണ്ട്സ് ഫോർകാസ്റ്റ്. ഇത്രയും വരുന്നുണ്ട്. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ അനാലിസിസ് ആണ്. അതിൽ വരുന്നത് നീഡ്, മീനിങ്, ഇമ്പോർട്ടൻസ്, യൂട്ടിലിറ്റി, സോഴ്സസ് ഓഫ് ക്യാഷ്, അപ്ലിക്കേഷൻ ഓഫ് ക്യാഷ്, ഫോർമാറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ലാസ്റ്റ് ക്യാഷ് ഫോർകാസ്റ്റ്. നെക്സ്റ്റ് വരുന്നത് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. അതിൽ വരുന്നത് മീനിങ് ഓഫ് ബഡ്ജറ്റ്, ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, പ്രിപ്പറേഷൻ ഓഫ് വേരിയസ് ബഡ്ജറ്റ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ്സ്, ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ, അതുപോലെ തന്നെ ബഡ്ജറ്ററി കൺട്രോൾ ആസ് എ മാനേജ്മെന്റ് ടൂൾ, ഇൻസ്റ്റാളേഷൻ ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം, ലിമിറ്റേഷൻസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം, ലാസ്റ്റ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. നെക്സ്റ്റ് വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്, ഡെഫിനിഷൻ, ടൈപ്സ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ, എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് മീനിങ്, മാനേജ്മെന്റ് ഓഫ് ക്യാഷ്, മാനേജ്മെന്റ് ഓഫ് ഇൻവെന്ററീസ്, മാനേജ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് പേയബിൾ, ഓവർ ആൻഡ് അണ്ടർ ട്രേഡിംഗ്, ബാങ്കിങ് പോളിസി, ദഹ്ജിയ, ടണ്ടൻ ആൻഡ് ചോർ കമ്മിറ്റീസ്. ഇത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ വരുന്നത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഫസ്റ്റ് വരുന്നത് ഫിനാൻസിന്റെ ഫങ്ഷൻസ് ആണ്. ഫിനാൻസ് ഫങ്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ മീനിങ്, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് സ്റ്റെപ്സ് ഇൻ ഫിനാൻഷ്യൽ പ്ലാനിംഗ്. നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. അതിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്, സെലക്ഷൻ ഓഫ് പ്രോജക്ട്സ്, എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ, പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെക്നിക്സ്, പേ ബാക്ക് പീരിയഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് ആൻഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിനാൻസ് ഡിസിഷൻ ആണ്. അതിൽ സോഴ്സ് ഓഫ് ഫണ്ട്സ്, ലോങ് ടേം, മീഡിയം ടേം ആൻഡ് ഷോർട്ട് ടേം വരും. അതുപോലെ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോറോയിങ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ്, ലീസ് ഫിനാൻസിംഗ്, വെഞ്ചർ ക്യാപിറ്റൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഫാക്ടറിംഗ്.
നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അതിൽ മീനിങ്, ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്, ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് മോഡി ഗില്യാനി മില്ലർ അപ്രോച്ച്. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അതിൽ മീനിങ്, കമ്പ്യൂട്ടേഷൻ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇത്രയും വരും. ലാസ്റ്റ് വരുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിവിഡൻഡ് പോളിസി, ക്യാഷ് ഡിവിഡൻഡ്, സ്റ്റോക്ക് ഡിവിഡൻഡ് ആൻഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഡിവിഡൻഡ് മോഡൽസ്, വാൾട്ടർ മോഡൽ, ഗോതൻസ് മോഡൽസ് ആൻഡ് മോഡി ഗില്യാനി മില്ലർ മോഡൽ. ഇത്രയാണ് ഡിവിഡൻഡ് ഡിസിഷനിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് 1 വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സുകൾ ബേസ് ചെയ്തിരിക്കുന്നത് പാർട്ട് 1 ഫസ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ പാർട്ട് 1 ഓർഡറിലായിരിക്കും നമ്മൾ ക്ലാസ് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോവാം. അപ്പോൾ അക്കൗണ്ടിങ് എന്താ പറയുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റി? എവറി ഇൻഡിവിജ്വൽ പെർഫോം സം കൈൻഡ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി. ഇക്കണോമിയിൽ ജീവിക്കുന്ന ഏതൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും അദ്ദേഹം എപ്പോഴും എന്താണ് സം കൈൻഡ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ലൈക്ക് എന്താണ്, ഒരു സാലറീഡ് എംപ്ലോയീനെ സംബന്ധിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സാലറി റിസീവ് ചെയ്യുന്നുണ്ട്. ഈ സാലറി യൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസുകൾ അദ്ദേഹം മീറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്താണ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വീട്ടിലെ ചിലവുകൾ, അതുപോലെ ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ ഹൗസിംഗ് ലോണിൻ്റെ EMI, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. ഇൻഡിവിജ്വൽസിനെ പോലെ തന്നെ ഏതൊരു ഫീൽഡിലുള്ള ആളാണെങ്കിലും, അതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ഒരുപാട് ഇക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്താണ്, ട്രാൻസാക്ഷൻസും ഈവൻസും. അവിടെ ട്രാൻസാക്ഷൻസും ഉണ്ടാവും, ഈവൻസും ഉണ്ടാവും. എന്താണ് ട്രാൻസാക്ഷൻസ്? ഫസ്റ്റ് നമുക്ക് ട്രാൻസാക്ഷൻ എന്താ നോക്കാം. ബിസിനസിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ബിസിനസ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഒരു പെർഫോമൻസിൽ ഏർപ്പെടുകയാണെങ്കിൽ അതെന്താണ്, ട്രാൻസാക്ഷൻ ആണ്. ഈ ഒരു ട്രാൻസാക്ഷൻസിൻ്റെ ബേസിൽ, മീൻസ് ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ബേസിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇവൻറ്റ്. അപ്പം ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓർക്കാം, ഓർഗനൈസേഷൻ ഇക്കണോമിക് ട്രാൻസാക്ഷൻസിനെയും ഇവൻറ്റ്സിനെയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ ഇവൻറ്റ്സിനെ റെക്കോർഡ് ചെയ്ത ശേഷം അതിൽ നിന്ന് ആഡിക്വേറ്റ് ഇൻഫർമേഷൻ ഡിറൈവ് ചെയ്തിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുമുണ്ട്. നെക്സ്റ്റ് നമുക്ക് ട്രാൻസാക്ഷൻസിനെയും ഇവൻറ്റ്സിനെയും ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. an individual invest 2 lakh for running a stationery business. ഒരു ഇൻഡിവിജ്വൽ 2 lakh rupees ഒരു സ്റ്റേഷനറി ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓൺ 1st January he purchases goods for rupees 1,15,000. അദ്ദേഹം 1st January 1,15,000 ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. ആൻഡ് സെൽസ് ഫോർ 1,47,000 ഡ്യൂറിങ് ദി മന്ത് ഓഫ് ജാനുവരി. ജാനുവരിയിൽ തന്നെ അതിൽ 1,47,000 അദ്ദേഹം സെയിൽസ് നടത്തുന്നു. ഹി പേസ് എ ഷോപ്പ് റെൻറ്റ് ഫോർ ദി മന്ത് 5,000. അദ്ദേഹത്തിന് ആ ഒരു ഷോപ്പിൻ്റെ മുകളിലുണ്ടാകുന്ന റെൻറ്റ് എന്ന് പറയുന്നത് 5,000 ആണ്. അദ്ദേഹം അത് പേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈൻഡ്സ് ദാറ്റ് സ്റ്റിൽ ഹി ഹാസ് ഗുഡ്സ് വർത്ത് rupees 15,000 ഇൻ ഹാൻഡ്. ദെൻ ലാസ്റ്റ് എന്താണ്, ജനുവരി ലാസ്റ്റ് അയാൾ ഐഡൻറ്റിഫൈ ആണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോഴും എന്തുണ്ട്, 15,000 ഗുഡ്സ് കയ്യിൽ തന്നെ ഉണ്ട്. ഇത്രയും എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്ത സമയത്ത് ജാനുവരി മാസത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രോഫിറ്റ് എത്രയാണ് അല്ലെങ്കിൽ സർപ്ലസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഗുഡ്സ് സെയിൽ എത്രയാണ്, 1,47,000 ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഗുഡ്സ് ഇൻ ഹാൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള 15,000 ആഡ് ചെയ്യുക. ടോട്ടൽ എത്രയായി, 1,62,000. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഗുഡ്സ് പർച്ചേസ് ചെയ്തതും അതിനുണ്ടായിട്ടുള്ള എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസുകളും ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള 2 എക്സ്പെൻസുകളാണ്. ഒന്ന് പർച്ചേസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന എക്സ്പെൻസും അതുപോലെ തന്നെ ഷോപ്പിൻ്റെ റെൻറ്റ് പേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1,15,000 പ്ലസ് 5,000 1,20,000 ആണ് എക്സ്പെൻസ് ഉണ്ടായിരുന്നത്. അപ്പം സർപ്ലസ് നമുക്ക് കിട്ടും 1,62,000 മൈനസ് 1,20,000 ഈക്വൽ ടു എന്താണ്, 42,000 ആണ് സർപ്ലസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും എക്കണോമിക് ആക്ടിവിറ്റീസിൽ നിന്ന് ഓർഗനൈസേഷൻ പെർഫോം ചെയ്ത ആക്ടിവിറ്റീസ് ലൈക്ക് എന്താണ്, ഗുഡ്സ് സെയിൽ ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, റെൻറ്റ് പേ ചെയ്യുന്നു. ഇവയൊക്കെ എന്താണ്, ട്രാൻസാക്ഷൻസ് ആണ്. അവിടെ ബിസിനസ് എന്ത് ചെയ്യാണ്, പെർഫോമൻസ് ഉണ്ടാവുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ പെർഫോമൻസ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്സ് ഉണ്ടാകുന്നതിനെയാണ് ട്രാൻസാക്ഷൻസ് വിളിക്കുന്നത്. ഈ ഒരു ട്രാൻസാക്ഷൻസ് ഉണ്ടായതുകൊണ്ട് നമുക്കുണ്ടായ എൻഡ് റിസൾട്ടാണ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ സർപ്ലസ് എന്താണ്, ഇവൻ്റ് ആണ്.
ഇങ്ങനെയുള്ള എല്ലാ ഇക്കണോമിക് ട്രാൻസാക്ഷൻസിനെയും ഇവൻസിനെയും അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു തുടങ്ങാം. Accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting result thereof. മീൻസ് അക്കൗണ്ടിങ് എന്താണ്? ഒരു ആർട്ടാണ്. ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇൻ ടേംസ് ഓഫ് മണിയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് മാനറിൽ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. എന്തിനെയാണ് അവർ റെക്കോർഡിങ്ങും ക്ലാസിഫൈയും സമ്മറൈസും ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻസിനെയാണ്. ട്രാൻസാക്ഷൻസിനെയും ഇവൻസിനെയാണ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസിനെയും ഇവൻസിനെയാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ഓഫ്, അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിംഗ് എന്ന് വിളിക്കുന്നത്. Then accounting has universal application for recording transactions and events and presenting suitable information to aid decision making. അപ്പോൾ അക്കൗണ്ടിങ്ങിന് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട്. റെക്കോർഡ് ചെയ്യാൻ ട്രാൻസാക്ഷൻസിനെയും ഇവൻസിനെയും റെക്കോർഡ് ചെയ്യാനും അതിനെ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനും അത് യൂസ് ചെയ്ത് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ അക്കൗണ്ടിങ്ങിനുണ്ട്. അതുപോലെ തന്നെ ദ എയിം ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു മീറ്റ് ദ ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ദി റാഷണൽ ആൻഡ് ദി സൗണ്ട് ഡിസിഷൻ മേക്കേഴ്സ് ആൻഡ് ദിസ് കോൾഡ് ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ യൂസേഴ്സ് മീൻസ് ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ഇൻഫോർമേഷൻ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക, എന്നിട്ട് അവരുടെ റാഷണൽ അല്ലെങ്കിൽ സൗണ്ട് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത് അക്കൗണ്ടിങ് ആണ്. നെക്സ്റ്റ് വൺ അക്കൗണ്ടിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രൊസീജിയർ ഓഫ് അക്കൗണ്ടിങ്. പ്രൊസീജിയർ ഓഫ് അക്കൗണ്ടിങ് മെയിനായിട്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ജനറേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ആൻഡ് യൂസിങ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്യും, നെക്സ്റ്റ് വൺ എന്ത് ചെയ്യും? അത് യൂസ് ചെയ്യും, യൂസിങ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. അപ്പോൾ ജനറേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷനിൽ വരുന്നതാണ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇത്രയും വരുന്നത് ജനറേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷനിലാണ്. ഫസ്റ്റ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഫംഗ്ഷനാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ക്ലാസിഫൈങ് ആണ്. ക്ലാസിഫിക്കേഷൻ മീൻസ് എന്താണ്? സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ദി റെക്കോർഡഡ് ഡാറ്റയാണ്. റെക്കോർഡഡ് ഡാറ്റയെ സിസ്റ്റമാറ്റിക് അനലൈസ് ചെയ്യുക വിത്ത് എ വ്യൂ ടു ഗ്രൂപ്പ് ട്രാൻസാക്ഷനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്യാണ്. അങ്ങനെ ദ ബുക്ക് കണ്ടെയ്നിങ് ക്ലാസിഫൈഡ് ഇൻഫോർമേഷൻ ഈസ് കോൾഡ് ലെഡ്ജർ. അപ്പം അക്കൗണ്ടിങ്ങിൽ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ലെഡ്ജറിൽ നിന്നാണ്. അപ്പം ലെഡ്ജർ ഈസ് ദ ബുക്ക് കണ്ടെയ്നിങ് ക്ലാസിഫൈഡ് ഇൻഫോർമേഷൻ. നെക്സ്റ്റ് സമ്മറൈസിംഗ് ആണ്. സമ്മറൈസിംഗിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പ്രിപ്പയർ ചെയ്യുകയും പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലാസിഫൈഡ് ഡാറ്റയെ യൂസ് ചെയ്തുകൊണ്ട് ഇൻറ്റേർണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും ആവശ്യമുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. സമ്മറൈസിംഗ് സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ സമ്മറൈസിംഗ് സ്റ്റേജിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് അനലൈസിംഗ് ആണ്. അനാലിസിസ് മീൻസ് എന്താണ്? മെത്തോഡിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഗിവൺ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ മെത്തോഡിക്കലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് അനലൈസിംഗ് എന്ന് വിളിക്കുന്നത്. മീൻസ് എന്താണ്? ഫിക്സഡ് അസറ്റ്സിനെ മാത്രം ക്ലാസിഫൈ ചെയ്ത് വെക്കുക, കറണ്ട് അസറ്റ്സിനെ മാത്രമായിട്ട് മറ്റൊരു പ്ലേസിൽ ക്ലാസിഫൈ ചെയ്ത് വെക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഇവ തമ്മിലുള്ള കണക്ഷൻ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതൊക്കെയാണ് അനലൈസിംഗ് സ്റ്റേജിൽ ചെയ്യുന്നത്. അനലൈസിംഗ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇൻ്റർപ്രിട്ടേഷനുള്ള ഒരു ബേസിസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനലൈസിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻ്റർപ്രറ്റിംഗ് നോക്കാം. ഇൻ്റർപ്രറ്റിംഗ് മീൻസ് എന്താണ്? concerned with explaining the meaning and the significance of relationship as established by analysis of accounting data. Accounting data analysis ചെയ്ത സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആ റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനിൽ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ഇൻ്റർപ്രറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ആണ് കമ്മ്യൂണിക്കേറ്റിംഗ്. കമ്മ്യൂണിക്കേറ്റിംഗ് മീൻസ് എന്താണ്?
transmission of summarized, analyzed and interpreted information to the end users to enable them to make rational decisions എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത ഇൻഫർമേഷൻ എൻഡ് യൂസേഴ്സിലേക്ക് എത്തിക്കുക. ഇത്രയാണ് ജനറേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുക, നെക്സ്റ്റ് ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റിംഗ് അടുത്ത ലാസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്നത് യൂസിങ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ യൂസ് ചെയ്തുകൊണ്ട് യൂസേഴ്സ് എന്ത് ചെയ്യുക, ഡിസിഷൻ മേക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനെ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ബുക്ക് കീപ്പിംഗ്, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ഒക്കെ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് അസർട്ടൈൻമെൻറ്റ് ഓഫ് റിസൾട്ട് അസർട്ടൈൻ ചെയ്യുക. റിസൾട്ട് അസർട്ടൈൻ ചെയ്യുന്ന സ്റ്റേജിലാണ് മാനുഫാക്ചറിങ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, അസർട്ടൈൻമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനെ അസർട്ടൈൻ ചെയ്യുക. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. ലാസ്റ്റ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫർമേഷൻ ടു വേരിയസ് യൂസേഴ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസ് നോക്കാം. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, മെഷർമെൻ്റ് ആണ്. മീൻസ് അക്കൗണ്ടിങ് മെഷേഴ്സ് പാസ്റ്റ് പെർഫോമൻസ് ഓഫ് ദി ബിസിനസ് എൻറ്റിറ്റി ആൻഡ് ഡെപ്പിസിറ്റ്സ് കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. പാസ്റ്റ് ഇൻഫർമേഷനെ മെഷർ ചെയ്തുകൊണ്ട് കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷനെ അക്കൗണ്ടിങ് മെഷർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, ഫോർകാസ്റ്റിംഗ് ആണ്. മീൻസ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഫോർ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എൻ്റർപ്രൈസ് യൂസിങ് പാസ്റ്റ് ഡാറ്റ യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷനെ ഫോർകാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, ഡിസിഷൻ മേക്കിംഗ് ആണ്. റെലവൻറ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് യൂസേഴ്സിന് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട് അക്കൗണ്ടിങ്. ഫോർത്ത് വൺ, കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ ആണ്. മീൻസ് അക്കൗണ്ടിങ് അസസസ് ദ പെർഫോമൻസ് അച്ചീവ്ഡ് ഇൻ റിലേഷൻ ടു ടാർഗറ്റ്സ്. അക്കൗണ്ടിങ് ടാർഗറ്റ്സുമായിട്ട് നമ്മളെ ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പാരിസണും ഇവാലുവേഷനും വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫംഗ്ഷനാണ് കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കൺട്രോൾ ആണ്. അക്കൗണ്ടിങ് ഓൾസോ ഐഡൻറ്റിഫൈ വീക്ക്നെസ് ഓഫ് ദി ഓപ്പറേഷണൽ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ഫീഡ്ബാക്സ് റിഗാർഡിംഗ് ടു ഇഫക്റ്റീവ്നെസ് ഓഫ് ദി മെഷേഴ്സ് അഡോപ്റ്റഡ് ടു ചെക്ക് സച്ച് വീക്ക്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെഷേഴ്സിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ചിട്ട് ഫീഡ്ബാക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കൗണ്ടിങ്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ എന്താണ്? ഗവൺമെൻറ് റെഗുലേഷൻ ആൻഡ് ടാക്സേഷൻ. അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് നെസസറി ഇൻഫർമേഷൻ ടു ദി ഗവൺമെൻറ് ടു എക്സസൈസ് കൺട്രോൾ ഓൺ ദി എൻറ്റിറ്റിയുടെ മുകളിൽ കൺട്രോൾ കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റിന് ഇൻഫർമേഷനും അതുപോലെ തന്നെ ആസ് വെൽ ആസ് ഇൻ കളക്ഷൻ ഓഫ് ടാക്സ് റവന്യൂസ്, അവർക്ക് വേണ്ടിയുള്ള കിട്ടാനുള്ള ടാക്സ് റവന്യൂസ് കളക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷനും അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്: മെഷർമെൻറ്റ്, ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ, കൺട്രോൾ, ഗവൺമെൻറ് റെഗുലേഷൻ ആൻഡ് ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് സബ് ഫീൽഡ്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിങ്ങിൽ വരുന്ന സബ് ഫീൽഡ്സ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ്. ഇതിൽ ഫസ്റ്റ് 3 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ സബ് ഫീൽഡ്സ് ഓർത്ത് വയ്ക്കുക: ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ്. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സ് എന്നാണ്. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ്, ലെൻഡേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് ട്രേഡ് പേയബിൾസ്, കസ്റ്റമേഴ്സ്, ഗവൺമെൻറ് ആൻഡ് ദെയർ ഏജൻസീസ്, പബ്ലിക്. ഇത്രയാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, മെയിൻ ആയിട്ടുള്ള അക്കൗണ്ടിങ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ട് കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്